ഹലോ. എന്നെ തുരുത്തുരേന്ന് ഫോൺ വിളിച്ച് എണീപ്പിച്ചതാണ് കേട്ടോ ആൾക്കാർ. കൗണ്ടർ കെട്ടി കേക്ക് മുറിച്ചു. അപ്പം ഞങ്ങൾ വാങ്ങിച്ചു വെച്ച പടക്കം ഉണ്ടായിരുന്നു കേട്ടോ. പടക്കം ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത് ഒരു അവസ്ഥയാണ്. അപ്പം എന്തായാലും കൗണ്ടർ കിട്ടി, ചാനൽ തിരിച്ചു കിട്ടി. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. ഞാൻ യൂട്യൂബ് മീഡിയയിൽ വരണമെന്ന് പോലും ആഗ്രഹിച്ച ഒരാളല്ല. പക്ഷേ എന്തോ ഞാൻ വന്നു. ഈ വന്ന സമയത്ത് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല. പക്ഷേ റിയാക്ഷൻ വീഡിയോയിലാണ് ഞാൻ വന്നു പെട്ടത്. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴും ഒരു പർട്ടിക്കുലർ കള്ളത്തീര് പിന്നാലെ പോകേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പക്ഷേ ആ കള്ളത്തീരെ പിന്നാലെ ഇത്രയും വലിയ കള്ളത്തിയാണ് ഇവള് എന്നുള്ളത് തെളിയിക്കാനായിട്ട് ഞാൻ തന്നെ വേണ്ടി വന്നു. ഇനി ഇതൊന്നും അല്ല കേട്ടോ, ഞാൻ പറയാൻ വേണ്ടിയിട്ട് വരുന്ന കാര്യം ഇതൊന്നുമല്ല. ഞാൻ ഈ കണ്ടന്റ് ഒന്ന് നിർത്തണം. എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞ് ഈ കണ്ടന്റ് അങ്ങ് നിർത്തിക്കള, അതിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സൈസൊന്നും അല്ല, അതൊരു തരം ഒരു ജാതി സാധനമാണ്, അതൊരു ക്രിമിനലാണ്. നിങ്ങൾ എന്തായാലും ഇവരുടെ കളവാണ് പൊളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അവരുടെ കളവ് മാത്രമല്ല, അവർ ഫുള്ളി എക്സ്പോസ് ആയിട്ടുണ്ട്. അവരെക്കുറിച്ച് ഇനി ഒന്നും പറയേണ്ടത് തന്നെ ഇല്ല, കാരണം അത്രയും അവർ എക്സ്പോസ് ആയിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങളത് പറയേണ്ടിയില്ല. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഒരുപാട് വേദനിക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ഫാമിലി, എൻ്റെ സുഹൃത്തുക്കൾ ഒക്കെ ഒരുപാട് വേദനിക്കേണ്ടി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ആ വേദന എന്താണ് എന്ന് ഇവൾക്കും അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിലും കൂടുതൽ അവൾ അറിഞ്ഞ്, അത് വേറൊരു വിഷയം. ഇനി ഇത് ഈ ഒരു കണ്ടന്റ് നിർത്തണമെന്ന് വിചാരിച്ചിട്ട് നിർത്താൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ്. കാരണം എനിക്കൊരു പ്രത്യേകതയുണ്ട്. എന്നെ ആരെങ്കിലും വെല്ലുവിളിച്ചാൽ ഞാൻ അതങ്ങ് സ്വീകരിക്കും കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ വ്യക്തമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മളെ ജീവിതത്തിൽ വ്യക്തമാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ, കാരണം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലാണല്ലോ നിൽക്കുന്നത്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെക്കുറിച്ച് അറിയാൻ, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിലെ സത്യാവസ്ഥകൾ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹവും ജിജ്ഞാസയൊക്കെ കാണിക്കുന്നത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിൽ നിന്ന് പിരിഞ്ഞു പോകണം എന്ന് ആഗ്രഹിച്ചാൽ പോലും പിരിഞ്ഞു പോകാൻ പറ്റാത്ത തരത്തിലുള്ള ചില ഘടകങ്ങൾ നമ്മൾ ഇതിൽ വലിച്ചിടുന്ന ഒരു അവസ്ഥയുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഈ ഒരു സ്ത്രീയുടെ കളവുകൾക്ക് പിന്നിലെ ഇങ്ങനെ എന്തോ ഒരു സംഭവം വലിച്ചിടുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കണ്ടന്റും വിട്ട് എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം വെല്ലുവിളിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും വെല്ലുവിളി സ്വീകരിക്കും, അതിലൊരു തർക്കവും ഇല്ല കേട്ടോ. ഇനി പിന്നെ ഈ ചാനലൊക്കെ വാങ്ങി കീശയിൽ വെച്ചതിന് ശേഷം, അല്ലെങ്കിൽ ചാനലൊക്കെ തിരിച്ചെടുത്ത സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ എനിക്കും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എൻ്റെ ചാനലിനും ഇവർ ഇതുപോലെ സ്ട്രൈക്ക് തന്ന് എൻ്റെ ചാനലും ചത്തുപോയ ഒരു ചാനലായിരുന്നു. ആ ചത്തുപോയ സ്ഥലത്ത് നിന്ന് അന്തസ്സായിട്ട് ഞാൻ തിരിച്ചു പിടിച്ചത് തന്നെയാണ് എൻ്റെ ചാനൽ. അപ്പോൾ എന്തായാലും ചാനൽ പോകുമെന്നറിയുമ്പോൾ ഉള്ളൊരു വിഷമം നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ ചാനൽ പോകുമെന്ന് ഞാൻ അറിഞ്ഞ സമയം ഞാൻ വന്നിട്ട് ഒരൊറ്റ ഷോർട്സാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് നിന്നെക്കുറിച്ച് സംസാരിക്കാൻ ഒരു പ്ലാറ്റ്ഫോമാണ് ആവശ്യം. ആ പ്ലാറ്റ്ഫോം ഞാൻ ഉണ്ടാക്കിയെടുക്കും. കാരണം എൻ്റെ ചിന്തയിൽ എനിക്ക് യൂട്യൂബ് എന്ന് പറയുന്നത് എൻ്റെ വരുമാന മാർഗ്ഗമല്ല, എനിക്ക് സംസാരിക്കാനുള്ള ഒരു വേദി മാത്രമാണ്. പക്ഷേ എന്തോ പടച്ച റബ്ബിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് ഞാൻ യൂട്യൂബിൽ വന്ന ഉടനെ തന്നെ എനിക്ക് അതിൽ നിന്നൊരു ഇൻകം കിട്ടി എന്നുള്ളത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ ഇവളുടെ കളവുകളാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നത്. അപ്പോൾ അതിൽ ഒരു വലിയ കള്ളം പൊളിഞ്ഞിട്ടുണ്ട് ഇന്നലെ. അത് പറയാതെ പോകാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും വന്നത്. അതായത് ഈ ചാനൽ പോകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു ഭയങ്കര ഭ്രാന്തമായ ഒരവസ്ഥയാണ് വന്നത്. ഇതിലെൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയുടെ അടുത്തൊക്കെ പോയി കുറേ ഭയങ്കര അവർ സ്നേഹത്തോടെ സംസാരിച്ച് നോക്കി. അവൾ അതിന് നിൽക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വയലൻ്റായിട്ട് സംസാരിച്ച് നോക്കി. അതിനും അവൾ നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾക്ക് ഓഫറുകൾ ഇവൾ കൊടുത്തു. അവിടെയും അവർ നിന്നില്ല.
കാരണം സ്വാഭാവികമാണ്, ഇവൾ തന്നെ ഇവളുടെ ഇന്നലത്തെ വീഡിയോയിൽ അവൾക്ക് ജീവിക്കണം, അവളുടെ ഏതോ ഒരു പെണ്ണിൻ്റെ ഭർത്താവിനെയാണ് തട്ടിയെടുത്തിട്ട് ജീവിക്കുന്നത്, അതിൽ അവൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമല്ലേ മോളെ, ആ മനുഷ്യനും ഒരു കുടുംബമില്ലേ, ആ മനുഷ്യൻ്റെ കുടുംബത്തിലല്ലേ നീ കയറി കളിച്ചത്, നിന്നെക്കുറിച്ച് സംസാരിക്കുന്നത് പൊന്നുമോളെ ഞാനല്ലേ, അപ്പം നീ എൻ്റെ കുടുംബത്തിലല്ലേ കയറി കളിക്കേണ്ടത്, എൻ്റെ കുടുംബത്തെക്കുറിച്ചല്ലേ മോളെ പറയേണ്ടത്. അയാളൊരു ട്രോൾ വീഡിയോ ചെയ്തു, നീ നല്ല വൃത്തിക്ക് അയാളെ ഭീഷണിപ്പെടുത്തി, അയാൾ അവിടെ വെച്ച് സുല്ല് പറഞ്ഞ് അയാളെ പാട് നോക്കിപ്പോയി. അത് കഴിഞ്ഞ് നീ അയാളുടെ വൈഫിനെ കോണ്ടാക്ട് ചെയ്ത് അവിടെയും അയാളുടെ വൈഫിന് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും അവർ നിന്നോട് പറഞ്ഞും കഴിഞ്ഞിട്ട് പിന്നെ ഈ കോമാളിത്തരം ചെയ്യുന്നത് മോശമല്ലേ മോളെ? അപ്പോൾ ഞാനും നീയുമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ വ്യക്തമായിട്ട് ഞാനും നീയുമായിട്ട് വെല്ലുവിളിക്ക്. പിന്നെ നിൻ്റെ അടുത്തിരിക്കുന്ന ക്രാപ്പായി എന്തെങ്കിലും വെല്ലുവിളിയായിട്ട് വന്നാൽ അതും ഞാൻ സ്വീകരിക്കും, അതിൽ വിഷയമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് എനിക്ക് എൻ്റെ ചെയ്യാൻ യോഗമില്ല എന്നുള്ളതാണ്. ഇനി ഇവരുടെ എന്ത് കളവാണ് ഞാൻ പറയാൻ പോകുന്നതെന്നറിയാമോ? ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി അവർക്ക് യാതൊരു വരുമാനവും ഇല്ല എന്ന് പറഞ്ഞ അവർ തന്നെ ഇന്നലത്തെയോ മെനിഞ്ഞാന്നത്തെയോ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാ മാസവും 15,000 രൂപ വെച്ച് അവർക്ക് സാലറി കിട്ടിക്കൊണ്ടിരുന്ന ചാനലാണ് എന്ന്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം എൻ്റെ ചാനലിൽ നിങ്ങൾ എൻ്റെ വ്യൂവേഴ്സിനെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ചാനലിൽ നിന്ന് എനിക്ക് കഴിഞ്ഞ മാസവും തരക്കേടില്ലാത്തൊരു എമൗണ്ട് സാലറി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ചാനലിൽ നിന്ന് സ്ഥിരമായിട്ട് ഇവർക്ക് വരുമാനം വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ ഇവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എത്ര ലക്ഷം മുടക്കേണ്ടി വന്നാലും ഞാൻ ആ ചാനൽ തിരിച്ചെടുക്കും. അത് എക്സാക്റ്റ് ഇത് തന്നെയാണ് ഞാൻ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവരൊരു ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഇവരൊരു ഭയങ്കര സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീയാണ് കേട്ടോ ഈ സ്ത്രീ എന്ന് പറയുന്നത്. അതുപോലെ ഇവരുടെ കൈവശം ഇവർക്ക് ഒരുപാട് സാമ്പത്തികമുണ്ട്, സ്വർണമായും പണമായും ഇവർക്ക് സാമ്പത്തികമുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് കയറി കിടക്കാൻ ഒരു വീടുമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും നിരന്തരം ഇല്ലായ്മ മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വരുന്ന ഇവർക്ക് സ്ഥിരമായ ഒരു യൂട്യൂബ് വരുമാനവും കൂടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമാണ്, നമുക്ക് ഒരു യൂട്യൂബിൽ നിന്ന് നമുക്കൊരു ഇൻകം കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ആ ചാനൽ പോയാൽ അടുത്ത ചാനൽ എടുക്കും എന്നുള്ള ഒരു കാര്യം മാത്രമേ നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളൂ. പക്ഷേ അതങ്ങനെ അല്ല, അവർക്ക് അതിൽ നിന്ന് ഇൻകം കിട്ടുന്നുണ്ട്, ആ ചാനലിൽ നിന്ന് അവർക്ക് മാസം പൈസ കിട്ടുന്നുണ്ട് എന്നുള്ളത് പല തവണയായിട്ട് ഇവർ വെളിവാക്കിയിട്ടുമുണ്ട്. ഇവരുടെ സഹോദരനും ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് ഇവർ യൂട്യൂബിൽ നിന്ന് വന്ന വരുമാനമാണ് കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പുള്ളിക്കാരൻ, ഈ സ്ത്രീയെ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന ആ പുള്ളിക്കാരനും പറയുന്നുണ്ട് മാസം 15,000 രൂപ വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു ചാനലാണ് എന്ന്. അപ്പോൾ ചാനൽ വരുമാനം കിട്ടുന്ന ചാനലാണ് എന്നുള്ള കാര്യവും ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ബെനിഫിറ്റും ഇല്ലാത്തൊരു ചാനലാണെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ പോവട്ടെ എന്ന് ചിന്തിച്ചാൽ മതി. പക്ഷെ അതവർ ചിന്തിച്ചില്ല എങ്കിൽ അതിൽ നിന്ന് അവർക്ക് വരുമാനമുണ്ടെന്നുള്ളത് അവർ തന്നെ തെളിയിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വെല്ലുവിളിച്ചാൽ ആ വെല്ലുവിളി ഞാൻ സ്വീകരിക്കും കേട്ടോ, അതിലൊരു തർക്കവും ഇല്ല. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്, മര്യാദ ഇല്ലാതെയാണെങ്കിൽ മര്യാദ ഇല്ലാതെ, അത് എന്ത് തന്നെയായാലും ഞാൻ സ്വീകരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതായത് ഇപ്പോൾ സ്വാഭാവികമാണ്, നമ്മളെ കുടുംബത്തിൽ ഒരാൾക്ക് അസുഖം കൂടിയിട്ട്, സാധാരണഗതിയിൽ ഇപ്പോൾ ചുമ ജലദോഷം പനിയൊക്കെ ആയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നോർമലാണ്, ഡോക്ടറെ കാത്തിരിക്കുന്ന ഒരു സമയമുണ്ട്. നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്ന ഒരു സമയത്തിൽ നമ്മൾ ഡോക്ടറിനെ വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിപ്പോൾ ഒരു ചുമ പനി അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു റീലൊക്കെ ഇടുക എന്ന് പറയുന്നത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്, അത് നമ്മൾ ഹോസ്പിറ്റലിലാണ് എന്ന് പറയും. പക്ഷേ ചില വ്യക്തികൾ, അതായത് പർപ്പസ്ഫുള്ളി മറ്റൊരു ആളിൻ്റെ ക്യാഷ് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അവിടെ കുട്ടിക്ക് അസുഖം കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഒരു മദാമ്മ പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ, അതും പാതിരാത്രിയിൽ. അപ്പോഴും കൊച്ചവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. ആ അമ്മയുടെ മനസ്സ് നിങ്ങളൊന്ന് നോക്കണം. കുട്ടി അവിടെ കിടന്ന് നിലവിളിക്കുകയാണ് കയ്യിൽ കുത്തുമ്പോൾ.
ഈ അമ്മ അത് റീലെടുക്കുകയാണ്. എന്തൊരു അമ്മയാണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. ഇതേ സ്ത്രീ തന്നെ ഇവരുടെ ഒരു മകന് ബിഹേവിയർ ഉള്ളത് കൊണ്ട് ജോലിക്ക് പോകാൻ കഴിയില്ല എന്ന് മുമ്പ് ആളുകളോട് പറഞ്ഞു പറ്റിച്ച ഒരു കാര്യമാണ്. എൻ്റെ മകന് ബിഹേവിയർ ഉള്ളത് കൊണ്ട് ജോലിക്ക് പോകാൻ കഴിയില്ല. ഇന്ന് ആ മകൻ അവരുടെ കൂടെ ഇല്ല. അപ്പം ഇതാണ് ഇവരുടെ കളവുകളാണ്. അതായത് ഇവർ മറ്റുള്ളവരുടെ കയ്യിലെ പൈസ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ആർട്ടിഫിഷ്യലായിട്ട് തയ്യാറാക്കുന്ന ചില തിരക്കഥകളുണ്ട്. അതിലെ ഒരു തിരക്കഥ തന്നെയാണ് സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും വിൽക്കാൻ മടി കാണിക്കാത്ത സ്ത്രീ. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ്, എൻ്റെ കുഞ്ഞുങ്ങളും അല്ല, എൻ്റെ ഹസ്ബൻഡിന് അസുഖമായിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത്. ആ ഒരു സമയത്ത് ഞാൻ ഫോൺ പോലും എടുക്കാൻ മറന്നുപോയ ഒരാളാണ്. കാരണം നമുക്ക് അന്നേരം ഫോൺ എടുത്തുകൊണ്ട് പോകണം, അല്ലെങ്കിൽ റീലെടുക്കണം, ഇതായിരിക്കില്ല ചിന്ത. നമ്മളെങ്ങനെയാണ് നമ്മളെ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് അവിടെ ചികിത്സിക്കുക, അല്ലെങ്കിൽ അവർ വേദന കൊണ്ട് പൊളയുന്നു, അവർ വേദനിച്ച് കരയുന്നു. ആ സമയം ഞാനുണ്ട് കേട്ടോ, ഞാനുണ്ട് ഇവിടെ കൂടെ, ഞാനുണ്ട്, മക്കൾ കരയരുത്, അല്ലെങ്കിൽ മനുഷ്യ കരയരുത്, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയുന്ന ആ ഒരു വാക്കിന് വലിയ പ്രസക്തിയാണ്. നമുക്ക് ബന്ധങ്ങളെന്ന് പറയുന്നത് ഭയങ്കരമാണ്. അതിൻ്റെ വാല്യൂ അറിയാത്തത് കൊണ്ടാണ് ഈ സ്ത്രീ ശരിക്കും മറ്റുള്ളവരുടെ കുടുംബജീവിതങ്ങളിലൊക്കെ കയറി കളിക്കുന്നത്. അത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. പിന്നെ ഇനിയും മോളെ നിൻ്റെ കളവുകൾ കൊണ്ട് ഞാൻ വരും. മര്യാദയ്ക്ക് നിങ്ങൾ വെല്ലുവിളിക്കാതെ മാനമര്യാദയ്ക്ക് നിങ്ങളുടെ കണ്ടന്റ് ഇട്ടും കൊണ്ട് നിങ്ങൾ പോകുന്നുണ്ട് എങ്കിൽ ഓക്കെ. പക്ഷേ ജനങ്ങളുടെ പണം ചൂഷണം ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾ വന്നാൽ ഉറപ്പായും ഞാൻ നിങ്ങളുടെ പിന്നാലെ കാണും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് കോടതിയിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കാം, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. പിന്നെ ഷംസാർ ഇന്നലെ എന്തോ പറയുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു വെല്ലുവിളി ഒന്ന് നടത്തിയിട്ട് വാടാ. ഞാനൊരു പെണ്ണാണല്ലോ, നീ എന്നെ കാണാൻ പാടാ. വെറുതെ അവിടെ ഒരു പെണ്ണിൻ്റെ മൂലത്തിൻ്റെ ബാക്കി ഇരുന്നും കണ്ട് കെണ്ണ പോയി ചാവടാ ചങ്ങായി. പിന്നെ എന്തോ പറയും ഇങ്ങനെ, എന്തോ എനിക്ക് വളയം പിടിക്കാൻ അറിയാം. എന്നിട്ട് നീ എന്താണ് പിടിക്കുന്നത്? ആ പെണ്ണിൻ്റെ വരുമാനം കൊണ്ട് നല്ലോണം തിന്ന് കൊഴുക്കുന്നു. ഇത് തന്നെ നീ നിൻ്റെ ആദ്യ ഭാര്യയുടെ അടുത്തും ചെയ്തത്. അവളുടെ സ്വർണവും പണവും ഒക്കെ വിറ്റ് തിന്ന്. അത് കഴിഞ്ഞ് അവൾക്ക് വയ്യായിക വന്നപ്പോഴത്തേക്ക് അവളെ കൊണ്ടുവന്ന് കളഞ്ഞു. അതുപോലെ തന്നെ അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 2 ചാനലുണ്ടല്ലേ. ചില കാര്യങ്ങൾ ഞാൻ പ്രവചിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ. അത് നടക്കുമെന്ന് ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ 2 ചാനൽ 2 പേര് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാം ഈ ചാനലിൽ കൂടി ഇവളവൻ്റെ കുറ്റം പറയുന്നതും അവൻ ഇവളെ കുറ്റം പറയുന്നതും. ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ എന്നാൽ.